ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന റെസ്റ്റോറൻറ്റ് ആ ഒരു വ്യൂ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, കാണാം വ്യൂ. ഇങ്ങനെ നമ്മൾ നടന്ന് വന്നിട്ട് ഒന്നുകൂടെ കയറട്ടാ. എനിക്കിപ്പോൾ നേരത്തെ വഴക്ക് കിട്ടിയതുള്ളൂ, പക്ഷെ നമ്മളത് മൈൻഡ് ചെയ്തത്. നമ്മളിങ്ങനെ കയറി വാ വാ. അപ്പം നമ്മളിങ്ങനെ കയറി 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 ഇവിടെ നിന്നിട്ട് ഇതാണ് വ്യൂ ഗൈസ്. വാവ്. ഇപ്പൊ എല്ലാം എന്റെ തെറിച്ചെന്റെ മുഖത്തൂടെ വരും. അടുത്ത് നമ്മള് ഖത്രോങ്കി കില്ലാടി ഞാൻ പോവാൻ പോണ്. there is 2 ഊഞ്ഞാൽ and there is കുറേ ഇരിക്കാൻ പറ്റുന്ന നല്ല സ്ഥലങ്ങൾ. I love this place. Okay guys, okay. തേങ്ങ ഒന്നല്ലേ വീണല്ലോ. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ ചേച്ചിയുടെ എൻറോൾമെൻ്റ് ആണ്. അപ്പോൾ കൊച്ചി പോവാണ്. സോ നാളെയാണ് എൻറോൾമെൻറ്റ്. സോ ഇന്ന് നമ്മൾ കൊച്ചി പോകുന്നു. ഗൈസ്, നമ്മൾ ഇതാ ഏതോ ഓക്കെ ഓക്കെ ഈ റെസ്റ്റോറൻറ്റ് കയറിയാൽ ഇവിടുത്തെ വ്യൂ കാണിച്ചതാണ്. ഇതാണ് ഇവിടുത്തെ വ്യൂ. എന്തൊരു കുട്ടി. നമ്മൾ കൊച്ചി എത്തിയില്ലേ? നമ്മൾ കൊച്ചി എത്തി. അപ്പം അതിൻ്റെ വിശേഷങ്ങളാണ്. അപ്പോൾ അവിടെ ഇറങ്ങിയില്ലെങ്കിൽ നമുക്കങ്ങ് പോകണം. കാരണം എനിക്ക് എൻറോൾമെന്റ് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യില്ല. എല്ലാവരും കാണും ബ്രോ അവിടെ. അല്ലെങ്കിൽ നല്ല നല്ല വഴിയാണ്. അതിനോട് നമസ്കാരം പറ. നമസ്കാരം. അത്രയും നമസ്കാരം. അപ്പോൾ നമ്മളങ്ങനെ കൊച്ചി എത്തി. എന്താണ് പറയാനുള്ളത് താങ്കൾക്ക്? താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? പരീക്ഷയൊന്നും പറയില്ല. അപ്പോൾ പാഴ്സല് ചെവി കേൾക്കാൻ അവനക്ക് തരില്ല. സോ ദിസ് ഇസ് കോഫി. അവിടെ കോഫി കുടിക്കണം. നമ്മൾ ആക്ച്വലി നാളെ എത്ര മണിക്കാണ് എൻറോൾമെൻറ്റ്? നാളെ 8 മണിക്കാണ് എൻറോൾമെൻറ്റ്. അപ്പോൾ രാവിലെ ഞാൻ എണീക്കുമോ ഇല്ലയോ എന്നുള്ള ചർച്ചയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ആൻഡ് പറഞ്ഞേ ഉള്ളൂ. സോ ബ്യൂട്ടിഫുൾ. ഹായ് പറ. ഹായ് ഹായ്. ഇത് പക്ഷേ ക്യാമിൽ അറിയാൻ പറ്റുന്നില്ല. ഹായ് ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് ബേ വാച്ചിലാണ്. ആൻഡ് എന്താ പറയുക, നല്ല രസമുണ്ട് വ്യൂ. എൻ്റെ ഫോണിപ്പോൾ താഴെ വീണല്ല പേടിയാവും. നല്ല ഭംഗി ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. നമ്മളൊരു റൂം ടൂർ തരാം. ഐ വിൽ ഗിവ് യു ഗൈസ് എ റൂം ടൂർ. ദിസ് ഇസ് എ സ്യൂട്ട് റൂം. ബേ വാച്ചിലാണ്. Okay, now this is the first room. Okay, come on. A washroom. Okay, okay, basic. Very നല്ല big mirror. And now ഒരു room and നമുക്ക് നല്ല ഭംഗി. ഇത് ഓപ്പൺ ചെയ്യും. ഇവിടെ ആ ഒരു വലിയ വ്യൂ ഒന്നുമില്ല. നമ്മളിതൊന്നും എന്തായാലും യൂസ് ചെയ്യാൻ ഡൈനിങ് ഏരിയ ഉണ്ട്. ലിവിംഗ് ഏരിയ. Okay guys, and there is a mirror there. Hi. And you open the balcony. What? Lake. ബ്രോ, ഇത് അത് DJ പാർട്ടിയാ? ലൈക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല. പക്ഷേ രാവിലെ ഹോളിന്ന് ഇറങ്ങാം. യെസ്, ഇത്രയാണ് നമ്മുടെ സ്ഥലം. ഇത് കാണിച്ചു തരാം. യെസ് ഗൈസ്, ഹായ്. ഓ, 3 സ്ഥലത്തുനിന്ന് എന്നെ കാണാൻ പറ്റും. ഓക്കെ,
ഗൈസ് ഇതാ അവിടെ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട് അല്ലേ? ഇതാ അത് സ്വിമ്മിംഗ് പൂൾ. ആ ഇപ്പോഴാണ് മറ്റേ ലേക്ക് കാണാൻ പറ്റുന്നത്. ഇതോ അല്ലേ? ഇതാണ് ലേക്ക്. ഏതോ ഒരു ഫ്ലാറ്റ്. അതെന്തെന്നടാ, അത് ഏതോ ഒരു സ്ഥലം. ഓക്കെ, നമ്മളിങ്ങനെ ഒരു മണിക്കൂറോടെ ഇരിക്കാൻ പോകുന്നു. രാവിലെ ആവുമ്പോ നല്ല വ്യൂ ആയിരിക്കും അല്ലേ? എത്ര കാണാൻ പറ്റും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഫോർ മീ ഇറ്റ്സ് ലൈക്ക് എൻ്റെ ഫോൺ താഴെ വീണ പോയി. പക്ഷേ ഫോർ മീ ഇറ്റ്സ് ലൈക്ക് ഇങ്ങനെയൊക്കെ വന്ന് നിൽക്കണം. എപ്പോഴും നമ്മൾ ലൈഫിൽ ബിസി ആയിരിക്കാൻ പാടില്ല. ജസ്റ്റ് ലീവ് ഫോർ യു. നമ്മൾ കുറച്ച് സമയം നമുക്ക് വേണ്ടി നമ്മൾ ജീവിക്കണം. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ ഫുൾ വാട്ടറാണ്. പക്ഷേ ഫോർ മീ ഇറ്റ്സ് ലൈക്ക് എൻ്റെ ഫ്രണ്ടിൽ ഇപ്പോൾ ഫുൾ വെള്ളമാണ്. നല്ല രസമാണ് ഈ വ്യൂ. ആൻഡ് ഫോർ മീ ഇറ്റ്സ് ലൈക്ക് നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ വന്ന് ചുമ്മാ ഞാൻ ഇത്ര നേരം ഇവിടെ നിന്ന് പാട്ടൊക്കെ കേൾക്കുമായിരുന്നു. ഇവിടെ ഫുൾ ഇരുട്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് കുറേ പാട്ടൊക്കെ കേട്ടു. ഞാൻ കുറച്ചിരുന്ന ഇവിടേക്ക് ഇരുന്നു. സോ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. നമ്മളിങ്ങനെ എപ്പോഴും തിരക്കിൻ്റെ ഇടയിൽ തിരക്കിലിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓടാതെ കുറച്ച് സമയം നമുക്ക് വേണ്ടി ജീവിക്കണം. നമ്മളിങ്ങനെയൊക്കെ വന്ന് നിന്ന് ലൈക്ക് ഫാമിലിയോടെ ആണെങ്കിലും ഒറ്റയ്ക്കാണെങ്കിലും മോസ്റ്റ്ലി ആയി പിടിച്ചാൽ ഒറ്റയ്ക്ക് ഇങ്ങനെ നിന്ന് ബ്രീത്ത് ലൈക്ക് സ്പെൻഡ് ടൈം ഫോർ യുവർ സെൽഫ്. സോ മഴയത്ത് ദൈവമേ മഴ നനഞ്ഞിട്ടേ. ഞാൻ പാട്ട് പാടി. ഞാൻ അവിടെ ബാൽക്കണി എടുത്ത് പാട്ട് പാടി. ആ പാട്ടിനെ അവൻ ആഡ് ചെയ്യാം. അച്ഛൻ എൻ്റെ പാട്ട് അതിനെ പറ്റി എന്താണ് അച്ഛൻ പറയാനുള്ളത്? നമ്മളിതാ സദ്യ കഴിക്കാൻ വന്നു. രാവിലത്തെ ഇത് മാത്രമേ ഉള്ളൂ. ഇതിപ്പോ ജില്ല ആലപ്പുഴ ഹരിപ്പാട് അല്ലേ അമ്മ? അമ്മ ഞാൻ പാടുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായം? മൃദംഗം ഓക്കെ എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ എനിക്ക് പാടാൻ കഴിവില്ല. പാടുന്നതിന് അടുത്ത വർഷം വേണമെങ്കിൽ അപ്പൊ ട്രിവാൻഡ്രം വരാനൊക്കെ ഡ്രൈവ് ചെയ്യോ? കൊല്ലം വരെ സ്റ്റോപ്പ് ആകുമല്ലോ. ടയേർഡ് ആവാമെങ്കിൽ പറയാം, ഞാൻ ഡ്രൈവ്. എനിക്ക് ടയേർഡ് അല്ല, എന്റെ കർത്താവേ, അതിനേക്കാളും ഞാൻ ട്രിവാൻഡ്രം പക്ഷെ അതിൽ ചെയ്താൽ നമ്മൾ ഓടിച്ചാലേ പഠിക്കുന്നത്. അപ്പൊ ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ ഫ്രണ്ട് ഇരിക്കോ? അതൊരു മൗനമുണ്ട്. അച്ഛനിരിക്കും ഫ്രണ്ടിൽ. ഹാൻഡ് ബ്രേക്ക് കേട്ട കുറച്ചു നേരം പറഞ്ഞു. എന്റെ ഏറ്റവും ഫേവറേറ്റ് സോങ് ആണ് തൂ ജാനന. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്റെ ഫേവറേറ്റ് സോങ് ആണ് തൂ ജാനന. എന്റെ സ്കൂട്ടറിന് ഡ്രൈവിങ്ങിനെ പറ്റിയിട്ട്, സ്കൂട്ടർ ഞാൻ വളരെ മനോഹരമായിട്ട് ഞാൻ ഡ്രൈവ് ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് സഡൻ ബ്രേക്ക് ഇടാറുണ്ട്. ബാക്കിൽ ഇരിക്കണ്ട, അങ്ങനെ പേടിയുള്ളൊരു ബാക്കിൽ ഇരിക്കണ്ട. പക്ഷെ വളരെ നന്നായി ഞാൻ ഡ്രൈവ് ചെയ്യും. എനിക്ക് വളരെ ഇഷ്ടമാണ് ഞാൻ ഡ്രൈവ് ചെയ്യുന്നത്. പക്ഷെ എന്റെ കൂടെ ഇരിക്കുന്നവർക്കും എന്റെ ബാക്കിൽ ഫ്രണ്ടിലുള്ളവർക്കും ഇഷ്ടമല്ല. പക്ഷെ നിനക്കെന്തോ കമന്റ്. പക്ഷേ അമ്മയും കയറും അല്ലേ അടുത്ത വട്ടം?